ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മൈക്രോബിയൽ ആൻഡ് അതർ ഡിറ്റീരിയോറേറ്റീവ് ചേഞ്ചസ് ഇൻ മീറ്റ് ആണ് കേട്ടോ. അതായത് ബയോളജി ഓഫ് മീറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സിലബസിനകത്ത് വെറ്ററിനറി സയൻസിനകത്ത് നിങ്ങൾക്ക് കാണാം എന്താണ് ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മീറ്റ്, അതുപോലെ തന്നെ മൈക്രോബയോളജിക്കൽ ക്വാളിറ്റി ഓഫ് മീറ്റ് അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ അക്വാട്ടിക് ഫുഡ് പ്രൊഡക്ട്സ് കൂടി പറയുന്നുണ്ട്. അത് നമ്മൾ ഫിഷിൻ്റെ വീഡിയോ മൊത്തത്തിലുള്ളത് ഒന്നിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ കേസിൽ ഇത് പറയാനുള്ളത്. ഹെഡിങ് എന്താണെന്ന് പറയാമെന്നുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് MCQs കൂടി ചെയ്യും. അപ്പോൾ മീറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഹൈലി പെരിഷബിൾ ആയിട്ടുള്ള റൈറ്റ് ആണ് അല്ലേ. നല്ല വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, ഹൈലി പെരിഷബിൾ ആയിട്ടുള്ള റൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് ഇതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അത്രയും കെയർ കൊടുക്കണം അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നല്ല പെരിഷബിൾ ആയിട്ടുള്ള ഒരു ഫുഡാണ്. അതുകൊണ്ട് തന്നെ മൈക്രോബയോളജിക്കൽ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ സ്ലോട്ടറിങ് ചെയ്യുന്ന ആ സമയം തൊട്ട് ഇതിൻ്റെ പാക്കേജിങ് ചെയ്യുന്ന അത്രയും വരെ നമ്മൾ കറക്റ്റ് പാക്കേജിങ് ചെയ്യുന്ന വരെ മാത്രമല്ല, അതിനുശേഷം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് വരെ നല്ലോണം കെയർ കൊടുത്തിട്ട് മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ നമുക്കറിയാം ലിവിങ് ചെയ്യുന്നുള്ളത്, അതായത് ലൈവായിട്ടുള്ള ഒരു ഓർഗാനിസത്തിൻ്റെ മസിൽ ടിഷ്യൂവിനകത്ത് അത്ര വലിയ മൈക്രോ ഓർഗാനിസംസ് ഒന്നും കാണാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് സ്ലോട്ടറിങ് ചെയ്തതിന് ശേഷം അത് കാർക്കസായി മാറിയിട്ട് മീറ്റായി മാറുമ്പോഴാണ് അതിൻ്റെ സർഫസൊക്കെ കണ്ടാമിനേഷനൊക്കെ ആവാൻ പോകുന്നുള്ളത് അല്ലേ. നമ്മൾ സ്ലോട്ടറിങ് ചെയ്തെന്നുള്ള സർഫസിൽ നിന്ന് വരാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നൈഫിൽ നിന്ന് വരാം, അങ്ങനെ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ വരാം. അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡിലൂടെ നമുക്ക് ഈ മസിൽ ടിഷ്യൂ ലൈവായിട്ടുള്ള ഓർഗാനിസം അത് മീറ്റായിട്ട് മാറുമ്പോൾ അതിനകത്തേക്ക് എന്ത് വരാം, മൈക്രോ ഓർഗാനിസത്തിൻ്റെ കണ്ടീഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കണ്ടാമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് സോഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഒരുപാട് സോഴ്സ് ഉണ്ട്. ഒന്ന് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ഓർഗാനിസത്തിൻ്റെ സ്കിന്ന് ഫീറ്റിൽ നിന്ന് വരാം. പിന്നെ അതിൻ്റെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ കണ്ടൻറ്റ് ഇല്ലേ, ആ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ കണ്ടൻറ്റിൽ നിന്ന് വരാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ്, ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞല്ലോ നൈഫ്സ്, അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് വരാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ള വാട്ടർ, ഹോട്ട് വാട്ടറൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എങ്കിലും കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. വാട്ടർ യൂസ്ഡ് ഫോർ വാഷിങ്ങിനോ കർക്കസിനെ വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാട്ടറോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് വാഷ് ചെയ്ത വാട്ടറോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് വരാം. പിന്നെ എയറിൽ നിന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ നമ്മൾ ആ ഹാൻഡിൽ ചെയ്യുന്ന ആൾ, അത് അയാളുടെ ഹാൻഡ്ലറിൻ്റെ കൈകളിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിൽ നിന്നോ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടാമിനേഷൻ വരാനുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ ചില്ലിങ് റെഫ്രിജറേഷനിൽ വെക്കും, അതുപോലെ തന്നെ ഏജിങ്ങിന് വെക്കും. പിന്നെ പ്രോസസ്സിങ്, പാക്കേജിങ്, ഈ പ്രോസസ്സിലൊക്കെ എന്തുണ്ട്, കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഏത് തരത്തിലുള്ള മൈക്രോ ഓർഗാനിസം ആണെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ബാക്ടീരിയയും അതുപോലെ തന്നെ ഫംഗൈ. ഓക്കെ, ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗൈയാണ് കൂടുതലായിട്ട് ഇവിടെ കാണപ്പെടുന്നത്. ഫംഗൈ എന്ന് പറയുമ്പോൾ മോൾഡ് പെടും കേട്ടോ. ഇതിനകത്ത് പെടുന്നുള്ള മോൾഡ്, അതുപോലെ തന്നെ ഈസ്റ്റൊക്കെ ഇതിനകത്ത് വരാറുണ്ട്. പിന്നെ ഈ മോൾഡിൻ്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ ഇവർ സ്പോർസും പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ആൾക്കാരാണ്. അൺഫേവറബിൾ കണ്ടീഷനിൽ സ്പോർസ് കൂടി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് വെജിറ്റേറ്റീവ് സെൽസ് ആണെങ്കിൽ പെട്ടെന്ന് കില്ല് ചെയ്യാൻ സാധിക്കും. സ്പോർസ് ആകുമ്പോൾ കുറച്ചുകൂടെ ഹൈ ട്രീറ്റ്മെൻറ്റ്, ഹൈ ഹീറ്റൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്പോർസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നുള്ളത്. വൈറസ് ഒന്നും അധികം വരാറില്ല കേട്ടോ. വൈറസ് ഒന്നും ഇവിടെ അധികം വരാറില്ല. പിന്നെ ബാക്ടീരിയൽ ഗ്രോത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഞാൻ എടുത്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, അതുകൂടി ഒന്ന് കാണണേ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് മൈക്രോബയോളജീൻ്റെ കേസിൽ എടുത്തതാണ്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ആദ്യം ഗ്രോത്ത് നടക്കുന്നുള്ളത് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകാനേ. ആദ്യം ഇവിടെ നമ്മൾ എന്തെടുക്കുക, ഒരു ഗ്രാഫാണ്. ഇവിടെ ഇത് ടൈം, ഇവിടെ നമ്പർ ഓഫ് ബാക്ടീരിയ എടുക്കുകയാണെങ്കിൽ ആദ്യം ഇത് ടൈം പോകുന്നതിനനുസരിച്ച് ബാക്ടീരിയൻ്റെ ഗ്രോത്ത് ആദ്യം എന്താ ചെയ്യുക, ആദ്യം ഇത് ജസ്റ്റ് ഒന്ന് ലാഗ് ഫേസിലാണ് ഉണ്ടാവുക. ഗ്രോത്ത് ലാഗ് ഫേസിലാണ്. ടൈം പോകുന്നതിനനുസരിച്ചിട്ട് ഇത് ലാഗ് ഫേസിലുണ്ടാവും. ലാഗ് എന്ന് വെച്ചാൽ ഇവിടെ ഗ്രോത്ത് ഒന്നും നടക്കുന്നില്ല. അതെങ്ങനെയാണോ ആ മീഡിയത്തിലേക്ക് ഇപ്പോൾ നമ്മളൊരു ആ മീറ്റിനകത്തേക്ക് അത് കയറിയത് അതുപോലെ തന്നെ ഉണ്ടാവും. പിന്നീട് ആ അന്തരീക്ഷമൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് അത് ഗ്രോ ചെയ്യാൻ തുടങ്ങും. അതാണ് ലോഗ് ഫേസ്. പിന്നെ അവിടെയുള്ള എല്ലാ ന്യൂട്രിയൻസും യൂട്ടിലൈസ് ചെയ്ത്, എയർ യൂട്ടിലൈസ് ചെയ്ത്, എല്ലാ കാര്യങ്ങളും യൂട്ടിലൈസ് ചെയ്യുമ്പോൾ മാക്സിമം നമ്പർ ആ ഒരു സ്പേസിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്രയും ഇതാകുമ്പോൾ അത് സ്റ്റേഷനറി ഫേസിലോട്ട് കിടക്കും. പിന്നീട് അടുത്തത് ഡിക്ലൈൻ ഫേസ്. അങ്ങനെയാണ് ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് പോകുന്നുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സും അതുപോലെ തന്നെ ഇൻട്രിൻസിക് ഫാക്ടേഴ്സും പഠിക്കാനുണ്ട്. ഇത് ലാഗ് ഫേസ്, ഇത് ലോഗ് ഫേസ്, ഇത് സ്റ്റേഷനറി ഫേസ്, ഇത് ഡിക്ലൈൻ ഫേസ്. അങ്ങനെയാണ് ബാക്ടീരിയൻ്റെ ഗ്രോത്ത് പോകുന്നുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് മെയിനായിട്ട് വരുന്നുള്ളത് ടെമ്പറേച്ചറും ഓക്സിജനും അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മീറ്റ് ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത് എന്ന്. ഓക്കെ,
ഇത് മൂന്നാണ് മെയിനായിട്ട് വരുന്നത് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ്. അതായത് നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സാണ് ഏതെന്ന് പറയുന്നത് ഈ ടെമ്പറേച്ചറും ഓക്സിജനും ഫിസിക്കൽ സ്റ്റേജ് ഓഫ് മീറ്റും. ഓക്കെ, നമുക്കറിയാം മീസോഫൈൽസ് ഉണ്ട്, ടെമ്പറേച്ചർ എടുക്കുമ്പോൾ നമുക്കറിയാം മീസോഫൈൽസ് ഉണ്ട്, സൈക്രോഫൈൽസ് ഉണ്ട്, തെർമോഫൈൽസ് ഉണ്ട്. അപ്പോൾ ഓരോ മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്യുന്നുള്ളത് അതിൻ്റെ ഒപ്റ്റിമം ടെമ്പറേച്ചറിലാണ്. അതുപോലെ തന്നെ ഓക്സിജൻ, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫാക്കൽറ്റേറ്റീവ് ഉണ്ട്, അനേറോബിക് ഉണ്ട്, ഒബ്ലിഗേറ്റ് ഉണ്ട്, മൈക്രോ എറോഫിലിക് ഉണ്ട്, അതുപോലെ തന്നെ ക്യാപ്നോഫിലിക് ഉണ്ട് അല്ലേ. ഓക്സിജൻ വേണ്ട, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസിൽ മാത്രം ഗ്രോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സൈക്രോഫൈൽസിൻ്റെ ടെമ്പറേച്ചറും തെർമോഫൈൽസിൻ്റെ ഒക്കെ ടെമ്പറേച്ചർ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ഓരോ ടെമ്പറേച്ചറിൽ നമ്മൾ വെക്കുമ്പോഴും ഓരോ ടൈപ്പ് മൈക്രോ ഓർഗാനിസംസ് ആണ് അവിടെ ഗ്രോ ചെയ്യാനുള്ള സാധ്യത. ഫോർ എക്സാമ്പിൾ സൈക്രോഫൈൽസ് നമുക്കറിയാം, നമ്മൾ ചില്ലിങ് വെക്കുമ്പോഴാണ് സൈക്രോഫൈൽസിൻ്റെ കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യത. പിന്നെ തെർമോഫൈൽസ് ഒക്കെ ആകുമ്പോൾ ഹൈ ടെമ്പറേച്ചറിലാണ് തെർമോഫൈൽസ് വരുന്നുള്ളത്. സാധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മൈക്രോ ഓർഗാനിസംസും, അതായത് എഫക്റ്റീവ് ഫ്രീസിങ് ഡാമേജസ് ഓർ കിൽസ് മോസ്റ്റ് ഓഫ് ദി ബാക്ടീരിയ പ്രസൻറ്റ് ഓൺ മീറ്റ്. നമ്മുടെ ഇപ്പോൾ എന്താണ് നല്ലൊരു ഫ്രീസിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല വൃത്തിയിൽ അതായത് നമ്മൾ പ്രോപ്പറായിട്ട് ഫ്രീസിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള എല്ലാ ബാക്ടീരിയനെയും നമുക്കവിടെ കില്ല് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇറ്റ് മേ ബി റിമെമ്പേർഡ് ദാറ്റ് ദ മീറ്റ് സ്പോയിലേജ് മോൾസ് ആർ ഓൾസോ സൈക്രോഫൈൽസ്. അവിടെ അപ്പോൾ പഠിക്കേണ്ടി വരിക സൈക്രോഫൈൽസിനെ മാത്രമാണ്. അതുപോലെ തന്നെ എന്താണ് ഫുഡ് പാത്തോജൻസ് ജനറലി ഉണ്ടാവുക തെർമോഫിലിക്കിലാണ് കേട്ടോ. തെർമോഫിലിക് ഗ്രൂപ്പിലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് സാധാരണ എന്താണ് ഇതായിട്ടുണ്ടാവുക, എന്താണ് കോമൺ ആയിട്ട് ഈ ഫുഡിനകത്ത് പ്രസൻ്റ് ആയിട്ട് ഉണ്ടാകുന്നുള്ളത്. പിന്നെ ഓക്സിജൻ്റെ കാര്യം പറയുമ്പോൾ എയറോബിക് ഉണ്ടാവാറുണ്ട്, അനേറോബിക് ഉണ്ടാവാറുണ്ട്, ചില സമയത്ത് ഫാക്കൽറ്റേറ്റീവ് ഓർഗാനിസംസും പ്രസൻ്റ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ മീറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് മീറ്റിൻ്റെ സർഫസിൽ ഗ്രോ ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് എന്തായാലും എയറോബ്സ് ആയിരിക്കും അല്ലേ, കാരണം അവർക്ക് ഓക്സിജൻ ആവശ്യമായതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ സർഫസിലായിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. പിന്നെ അതിൻ്റെ മീറ്റിൻ്റെ ഇൻറ്റീരിയറിലോട്ട് പോകുമ്പോൾ അവിടെയുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ കണ്ടൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചില സമയത്ത് ഹോൾസെയിൽ കട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, ചില സമയത്ത് പ്രൈമൽ കട്ടായിരിക്കും. അതായത് കുഞ്ഞ് പീസാണോ വലിയ പീസാണോ ആ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. അതും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കും. അപ്പോൾ നമ്മൾ സർഫസ് ഏരിയ നല്ല കൂടുതലാണെങ്കിൽ അവിടെയൊക്കെ മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ലോഡ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് അവിടെ കൂടും. ഓക്കെ, അപ്പോൾ അതാണ് ടെമ്പറേച്ചറും ഓക്സിജനും ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മീറ്റിലും പറയാനുള്ളത്. അത്രയാണ് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ്. ഇനി കുറച്ച് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് കൂടി ഉണ്ട്. ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ വാട്ടർ ആക്ടിവിറ്റി, pH, റിഡോക്സ് പൊട്ടൻഷ്യൽ. അപ്പോൾ എക്സ്ട്രിൻസിക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ടെമ്പറേച്ചർ, ഓക്സിജൻ, ഫിസിക്കൽ സ്റ്റേറ്റ്. ഇൻട്രിൻസിക്കിൻ്റെ കേസിൽ വരുന്നതാണ് pH, റിഡോക്സ് പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെ വാട്ടർ ആക്ടിവിറ്റി. ഇത് മൂന്നാണ് ഇൻട്രിൻസിക്കിൻ്റെ കേസിൽ വരുന്നുള്ളത്. അപ്പോൾ വാട്ടർ ആക്ടിവിറ്റി എന്താണെന്ന് അറിയാമല്ലോ, എത്രത്തോളം ഫുഡിനകത്ത് എത്രത്തോളം വാട്ടർ അവൈലബിൾ ആയിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ വാട്ടർ ആക്ടിവിറ്റിക്കകത്ത് പറയുന്നത്. അപ്പോൾ എത്രത്തോളം മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലാണോ, വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണോ അത്രത്തോളം മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്യാനുള്ള സാധ്യതകളും കൂടുതലാണ്. സാധാരണ ഒരു ഫ്രഷ് മീറ്റ് എടുക്കുകയാണെങ്കിൽ അതിനൊരു വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് 0.99 അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും. ഓക്കെ, 0.99 കൂടുതലായിരിക്കും എന്തെന്ന് പറയുന്നത് വാട്ടർ ആക്ടിവിറ്റി ഫ്രഷ് മീറ്റിനകത്ത്. ഓക്കെ, ഇനി മീറ്റിൻ്റെ pHും മറ്റൊരു ഫാക്ടറാണ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, സാധാരണ എന്താണ് നമുക്കറിയാം നമ്മുടെ ബാക്ടീരിയ ഓരോന്നിനും അതിൻ്റേതായ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഒപ്റ്റിമം pH ഒക്കെ ഇല്ലേ, അതേപോലെ തന്നെ ഇവിടെ pH ഉണ്ട്. സാധാരണ ഒരു ന്യൂട്രൽ pHലാണ് അവർ ബെസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നുള്ളത്. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അൾട്ടിമേറ്റ് pH എന്ന് പറഞ്ഞിട്ട്, നമ്മൾ എന്താണ് മീറ്റ്, അതായത് ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് അത് മീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു 5.2 5.5 ഒക്കെ അൾട്ടിമേറ്റ് pH ആയിട്ട് മാറാറുണ്ട് അല്ലേ. അതായത് ലാക്റ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ മസിലിനകത്ത് ഇൻക്രീസ് ചെയ്തിട്ട് ഈ pH അവിടെ എന്താണ് ഡ്രോപ്പ് ചെയ്യാറുണ്ട് അല്ലേ. 7.2 നിന്നൊക്കെ 5 ഒക്കെ ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ ആ ഒരു നോർമൽ pHലെത്തുമ്പോൾ എന്താണ് നമുക്കറിയാം, സാധാരണ ബാക്ടീരിയാസ് ഗ്രോ ചെയ്യുന്നുള്ളത് ന്യൂട്രൽ pHലാണ്. ഇത് അസിഡിക് pHലോട്ട് എത്തുമ്പോൾ ഒരുപാട് മൈക്രോ ഓർഗാനിസത്തിന് ഈ അസിഡിക് pH വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ലോഡ് അവിടെ കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റിഡോക്സ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ റിഡ്യൂസിങ് അല്ലെങ്കിൽ ഓക്സിഡൈസിങ് കണ്ടീഷനാണ്. അതായത് ആ മീറ്റിനകത്ത് റിഡ്യൂസിങ് അല്ലെങ്കിൽ ഓക്സിഡൈസിങ് കണ്ടീഷൻസ് ഉണ്ടോ എന്നതാണ് നമ്മൾ നോക്കുന്നത്. അതനുസരിച്ചിട്ട് മൈക്രോബിയൽ ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ മീറ്റിനകത്ത് എന്തെങ്കിലും പ്യൂരിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ, അതായത് ഹ്യൂമൻ കൺസംഷന് പറ്റാത്ത രീതിയിൽ ആ മീറ്റിൽ ചേഞ്ചസ് വരുമ്പോഴാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്, മീറ്റ് സ്പോയിലേജ് എന്ന് പറയുന്നത്. ഈ മൈക്രോ ഓർഗാനിസംസ് അല്ലാണ്ട് അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള എൻസൈംസും ഈ മീറ്റ് സ്പോയിലേജിന് കോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൈക്രോബിയൽ സ്പോയിലേജ് എന്ന് പറയുമ്പോൾ സർഫസിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ,
ഓക്കെ, സർഫസിലായിരിക്കും പ്രധാനമായിട്ടും ഈ മീറ്റ് സ്പോയിലേജ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എയറോബിക് മൈക്രോ ഓർഗാനിസംസും സ്പോയിലേജ് കോസ് ചെയ്യുന്നുണ്ട്, അനഎയറോബിക് മൈക്രോ ഓർഗാനിസംസും സ്പോയിലേജ് കോസ് ചെയ്യുന്നുണ്ട്. അതിന് രണ്ടിനും ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ. അതായത് എയറോബിക്കിൻ്റെത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയറോബിക് ഓർഗാനിസത്തിൻ്റെ ഡിഗ്രഡേഷൻ മൂലം ഉണ്ടാകുന്നുള്ളത് വേറെ കളറാണ്. അതുപോലെ തന്നെ അനഎറോബിക്കിൻ്റെ ഡിഗ്രഡേഷൻ പ്രകാരം ഉണ്ടാകുന്നുള്ളത് മറ്റൊരു തരത്തിലുള്ള സ്പോയിലേജാണ്. അതിനു മുന്നേ നമുക്ക് ചില ഡിസ്കളറേഷൻസ് കാണാറുണ്ട് മീറ്റിനകത്ത് സ്പോയിൽ ചെയ്യുമ്പോൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കളേർഡ് ഓർഗാനിസംസ് ഉണ്ടാവും, കളേർഡ് ഓർഗാനിസം. അപ്പോൾ നമ്മൾ നെയ്സീരിയ എന്ന് പറയുന്ന ഒരു സ്പീഷീസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൈക്രോകോക്കസ് റോസിയസ് മിൽക്കിനകത്ത് എന്ത് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്? റെഡ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ്. മിൽക്കിനകത്ത് ഡിഫക്ട്സ്, മിൽക്കിനകത്ത് റെഡ് കളർ കോസ് ചെയ്യുന്നുള്ള ആൾക്കാരാണ് നെയ്സീരിയ. അതുപോലെ തന്നെ നെയ്സീരിയ അല്ല കേട്ടോ, സെറേഷ്യ ആണ്. സെറേഷ്യ MCQ വീഡിയോസ് കണ്ടവർക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സെറേഷ്യ എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസംസ് എന്നാണ് റെഡ് കളർ. ഇത് ഏതിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞ മീറ്റിൻ്റെ കേസിലാണ് കേട്ടോ. അതുപോലെ ചില കളേർഡ് ഓർഗാനിസംസ് ഉണ്ടാവും. അപ്പോൾ അവർ പലതരത്തിലുള്ള പിഗ്മെൻറ്റ്സ് നമ്മുടെ മീറ്റിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഡിസ്കളറേഷൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ അത് കൂടാണ്ട് ഓഫ് ഓർഡേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ, ഫൗൾ സ്മെല്ലൊക്കെ ഉണ്ടാവും. ഓഫ് ഓർഡേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീറ്റിനകത്തുള്ള പ്രോട്ടീൻസിൻ്റെ ലൈസിസ് നടക്കും. പ്രോട്ടീൻസിൻ്റെ ലൈസിസ്, അതായത് പ്രോട്ടിയോലൈസിസ് എന്ന് പറയാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ലിപ്പിഡ്സിൻ്റെയും ഹൈഡ്രോലിസിസ് നടക്കും. ലിപ്പോലൈസിസും ഹൈഡ്രോലിസിസും നടക്കും. എന്നിട്ട് അങ്ങനെ ഉണ്ടാകുന്നുള്ള ആ ഒരു എൻ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ പ്രോട്ടീൻ്റെ ലൈസിസ് നടന്നാൽ നമുക്കറിയാം അമിനോ ആസിഡ്സും അതുപോലെ തന്നെ പെപ്റ്റൈഡ്സ് ഒക്കെയാണ് പ്രോട്ടിയോലിസിസിൻ്റെ ഹൈഡ്രോലിസിസ് നടക്കുമ്പോൾ ഉണ്ടാകുന്നത്. പ്രോട്ടീൻസിൻ്റെ ഹൈഡ്രോലിസിസ് നടക്കുമ്പോൾ കിട്ടുന്നുള്ള എൻ പ്രോഡക്ട്സ് അമിനോ ആസിഡും അതുപോലെ തന്നെ പെപ്റ്റൈഡ്സ് ഒക്കെയാണ്. ഈ പെപ്റ്റൈഡ്സ് ഒക്കെ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ വീണ്ടും എന്താക്കി മാറ്റും? സൾഫർ ഡയോക്സൈഡ്, അമോണിയ പോലുള്ള കോമ്പൗണ്ട്സ് ആക്കി മാറ്റും എയറോബിക് കണ്ടീഷനിൽ. ഇനി അനഎറോബിക് കണ്ടീഷൻ ആണെങ്കിൽ ഇതിനെ നമ്മൾ എന്താണ് അമൈൻസും കീറ്റോൺസ് ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ എയറോബിക് കണ്ടീഷൻ ആണെങ്കിൽ പ്രോട്ടിയോലിസിസ് നടന്നിട്ട് സൾഫർ ഡയോക്സൈഡും അമോണിയ ഒക്കെയാണ് ഉണ്ടാകുന്നത്. അനഎറോബിക് ആകുമ്പോൾ അമൈൻസും കീറ്റോൺസുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓർഡർ ഇതിനകത്ത് വരും, നമ്മുടെ മീറ്റിനകത്ത് വരും. അതുകൊണ്ടാണ് ഒരു ഓഫ് ഓർഡർ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിപ്പോലൈസിസും നടക്കുന്നുണ്ട്. ഓക്കെ, ലിപ്പോലൈസിസും നടക്കുന്നുണ്ട്. പിന്നെ സർഫസ് സ്റ്റിക്നെസ്, അതായത് സർഫസിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ ഒരു സ്റ്റിക്കിനെസ് നമുക്ക് ഫീൽ ചെയ്യും. അതൊക്കെ മോൾഡിൻ്റെ കാരണം കൊണ്ടാണ് കേട്ടോ. മോൾഡിൻ്റെ പ്രശ്നമാണ്. മോൾഡ് ഉണ്ടാക്കുന്ന ഡിഫക്ട്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റിക്കിനെസ് ഒക്കെ. സ്റ്റിക്കിനെസ് കോസ് ചെയ്യുന്നുള്ളത് മെയിനായിട്ടും ഏതാണ്? മോൾഡ്സ് ആണ്. അനഎറോബിക് കണ്ടീഷനിൽ മീറ്റ് വളരെയധികം എന്താണ് മോശമാകുന്നുള്ളത് അനഎറോബിക് കണ്ടീഷനിലാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ നമ്മുടെ എന്താണ് ഡിഗ്രഡേഷൻ. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കോമ്പൗണ്ട്സിൻ്റെ, ഇപ്പോൾ ലിപ്പിഡ്സിൻ്റെ ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഏതാണ് പ്രോട്ടീൻസിൻ്റെ ഒക്കെ ആയാലും ഇത് തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഓർഗാനിക് ആസിഡ്സിൻ്റെ അക്യുമുലേഷൻ അവിടെ ഉണ്ടാവും. ഓക്കെ, ഓർഗാനിക് ആസിഡ്സിൻ്റെ അക്യുമുലേഷൻ ഉണ്ടാവും. അതൊക്കെ കൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് വരാനുള്ള സാധ്യത. പിന്നെ ക്യാൻഡ് ഫുഡ് ആണെങ്കിൽ, ക്യാൻഡ് ആയിട്ടുള്ള മീറ്റ് പ്രോഡക്ട്സ് ആണെങ്കിൽ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വെല്ല് ചെയ്ത് വരും. പ്യൂട്രിഫാക്ഷനും അതുപോലെ തന്നെ സോറിങ് കാരണം ക്യാൻഡ് ഫുഡ്സ് മെയിനായിട്ടും എന്താണ് സ്വെല്ല് ചെയ്ത് വരും. ഇത് കെമിക്കലായിട്ടുള്ള സ്പോയിലേജും ഉണ്ടാവാറുണ്ട്, ബയോളജിക്കലായിട്ടുള്ള സ്പോയിലേജും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, അതായത് ചില സമയത്ത് ഇൻസെക്ട്സിൻ്റെയും ഇത് വരാറുണ്ട്, അതുപോലെ തന്നെ എൻസൈംസ് സ്പോയിൽ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസ് സ്പോയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക നമ്മുടെ മീറ്റിനകത്ത് എന്തെങ്കിലും ഡിസ്കളറേഷൻ ഉണ്ടോ, എന്തെങ്കിലും ഓഫ് ഓർഡേഴ്സ് ഉണ്ടോ, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതാണ്. എന്നിട്ട് മാത്രമേ നമ്മുടെ മീറ്റ് നമ്മൾ കറക്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഡിസ്കളറേഷൻ നോക്കണം, ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, കളർ നോക്കണം. പിന്നെ സ്റ്റിക്കിനെസ്, നമ്മളൊന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിക്കിനെസ് ഉണ്ടോ, പിന്നെ സ്ലൈം ഫോർമേഷൻ നടന്നിട്ടുണ്ടോ, ഇതൊക്കെ നോക്കണം. ഇതൊക്കെയാണ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ തരുന്നുള്ളത്. എന്തിന്? സ്പോയിൽഡ് മീറ്റ്സിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ തരുന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ ലോ ടെമ്പറേച്ചറിലാണ് ചെയ്തിരിക്കുന്നതെങ്കിലും മെയിനായിട്ട് ഓഫ് ഫ്ലേവറാണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, ഓഫ് ഫ്ലേവറാണ്. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്താണ് അമിനോ ആസിഡ്സും അതുപോലെ തന്നെ അതൊക്കെ സൾഫർ ഡയോക്സൈഡ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ് ഓഫ് ഫ്ലേവേഴ്സും ഓഫ് ഓർഡേഴ്സൊക്കെ ഉണ്ടാകുന്നുള്ളത്. പിന്നെ ഒരു ഇതുണ്ട് ERV എന്ന് വെച്ചാൽ എക്സ്ട്രാക്റ്റ് റിലീസ് വോളിയം. ഇത് നമ്മൾ മീറ്റ് സ്പോയിലേജ് നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ERV ചെക്ക് ചെയ്യാറുണ്ട്. ERV എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് അക്വസ് എക്സ്ട്രാക്ട് റിലീസ്ഡ് ബൈ എ മീറ്റ്. അതായത് മീറ്റിൽ നിന്ന് റിലീസ് ചെയ്യുന്നുള്ള അക്വസ് എക്സ്ട്രാക്റ്റിനെയാണ് നമ്മൾ എക്സ്ട്രാക്റ്റ് റിലീസ് വോളിയം എന്ന് പറയുന്നത്. മീറ്റ് റിലീസ് ചെയ്യുന്നുള്ള അക്വസ് എക്സ്ട്രാക്റ്റിനെയാണ് നമ്മൾ മീറ്റ് എക്സ്ട്രാക്റ്റ് റിലീസ് വോളിയം എന്ന് പറയുന്നത് കേട്ടോ.
അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ മെഷർ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ പറഞ്ഞിരിക്കുന്ന ഈ അറിവിൽ എന്തെങ്കിലും ഡിക്രീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? സ്പോയിലേജ് നടന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ RRT പഠിച്ചില്ലേ, റിസാസുറിൻ റിഡക്ഷൻ ടെസ്റ്റ്. അതുപോലെ ഇവിടെ നമുക്ക് ആ ഡൈ യൂസ് ചെയ്തിട്ട്, റിസാസുറിൻ എന്ന് പറഞ്ഞ ഡൈ യൂസ് ചെയ്തിട്ടും മീറ്റിൻ്റെ സ്പോയിലേജ് നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് റോ മീറ്റിലും ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ കുക്ക്ഡ് മീറ്റിലും ചെക്ക് ചെയ്യാവുന്നതാണ്. ചെറിയ സമയത്തിൽ ഒരു 2 hours നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ pH റൈസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. pH റൈസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബാക്ടീരിയൽ കൗണ്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റും. pH വാല്യൂ ഒരു 6.5 നിന്ന് എങ്ങോട്ടേക്ക് എത്തും? 8.5 എത്താറുണ്ട്. എന്തുകൊണ്ടാണ്? അമൈൻസിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നടക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൈക്രോബയോളജിക്കൽ എന്താണ് മീറ്റിൻ്റെ കേസിൽ പറയാനുള്ളത്. മൈക്രോബയോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് മീറ്റ്സ് ഓക്കെയാണ്. വെറ്ററിനറി സയൻസിനകത്ത് തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ലേ ഔട്ട് ഓഫ് അബേറ്റോവേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നു. ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് മീറ്റ് ആനിമൽസ് ഇൻക്ലൂഡിങ് പോൾട്രിയും പറഞ്ഞിരുന്നു. ഇനി ആൻറ്റിമോർട്ടം പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ? ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ്റെ പർപ്പസ് എന്താണ്? നമ്മളതെപ്പോഴാണ് ചെയ്യുക? സ്ലോട്ടറിങ്ങിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ടൈപ്പ് ഡിസീസ്ഡ് ആനിമൽസ് ഉണ്ടോ, അല്ലെങ്കിൽ എക്സോസ്റ്റഡ് ആയിട്ടുള്ള, ടയേർഡ് ആയിട്ടുള്ള, നമുക്ക് സ്ലോട്ടറിങ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ആനിമൽസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? ABCD നോക്കിയാൽ ഓപ്ഷൻ B ആണ് വരിക. നെക്സ്റ്റ്, വാട്ട് ഡസ് ദ ടേം ആൻറ്റിമോർട്ടം റെഫർ ടു? ആൻറ്റിമോർട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഫോർ ഡെത്ത് ആണ്. പോസ്റ്റ് മോർട്ടം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡെത്ത് ആണ്. അപ്പോൾ കറക്റ്റ് വരിക ഓപ്ഷൻ B ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കോമൺലി ചെക്ക്ഡ് ഡ്യൂറിങ് ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതിനകത്ത് ഏതാണ് നമ്മൾ കോമൺ ആയിട്ട് ചെക്ക് ചെയ്യുന്നത്? ബോഡി ടെമ്പറേച്ചർ, കളർ ഓഫ് മീറ്റ്, ബോൺ ഡെൻസിറ്റി, ടെക്സ്ചർ ഓഫ് സ്കിന്ന്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആൻറ്റിമോർട്ടം എക്സാമിനേഷനിൽ കറക്റ്റായിട്ട് നോക്കുന്നുള്ളത്, കോമൺ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് ബോഡി ടെമ്പറേച്ചറാണ്. ബോഡി ടെമ്പറേച്ചർ എന്തുകൊണ്ടാണ് ചെക്ക് ചെയ്യുന്നില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി ടെമ്പറേച്ചർ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. Where is the antemortem examination usually conducted? At the slaughterhouse layrage, on the farm, ഫാമിനകത്തല്ല, ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ സമയത്തല്ല, ആഫ്റ്റർ സ്ലോട്ടറും അല്ല. പിന്നെന്താണ്? അറ്റ് ദ സ്ലോട്ടർ ഹൗസ് ലൈറേജ്. അതായത് നമ്മൾ പറഞ്ഞു ലൈറേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റിംഗ് ഏരിയ ആണ്. റിസപ്ഷൻ കഴിഞ്ഞിട്ടാണ് ലൈറേജ് വരിക. ആ ലൈറേജിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ സാധാരണ ചെയ്യാറുള്ളത്. Which of the following is a sign of healthy animal during antemortem examination? ഹെൽത്തി ആനിമലിൻ്റെ സൈൻസ് എന്തൊക്കെയാണ്? ഡിപ്രസ്ഡ് ആൻഡ് ലെത്താർജിക് ഒരിക്കലും എന്താണ് ഹെൽത്തി ആയിട്ടുള്ള ആനിമൽ ഡിപ്രസ്ഡോ ലെത്താർജിക്കോ ആയിരിക്കില്ല. ആക്റ്റീവ് ആൻഡ് അലേർട്ട് അത് വരാനുള്ള സാധ്യതയുണ്ട്. എക്സസീവ് സലൈവേഷനും അതുപോലെ തന്നെ ലിംപിങ്ങും വരില്ല. കറക്റ്റ് വരിക ഓപ്ഷൻ B ആണ്. ഹൂ ഈസ് അതറൈസ്ഡ് ടു കണ്ടക്ട് ആൻറ്റിമോർട്ടം ആൻഡ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ? ആരാണ് ഈ ആൻറ്റിമോർട്ടം അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ചെയ്യേണ്ടത്? വെറ്ററിനറിയൻസ്, ബച്ചേഴ്സ്, ഫാമേഴ്സ്, ഗവൺമെൻറ് ഒഫീഷ്യൽസ്. അപ്പോൾ ഇവിടെ വരിക വെറ്ററിനറിയൻസ് ആണ് അല്ലേ, ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഒന്നുമല്ല. ഈ പറഞ്ഞിരിക്കുന്ന ആൻറ്റിമോർട്ടം പോസ്റ്റ്മോർട്ടത്തിനെ കുറിച്ച് കുറച്ച് അറിവുള്ള ആൾക്കാർ അല്ലെ, ആനിമലിനെ കുറിച്ച് കുറച്ച് അറിവുള്ള ഒരാളാണ്, അതാണ് വെറ്ററിനറിയൻ. വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ? അപ്പോൾ ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ്റെ പ്രൈമറി ഗോൾ പറഞ്ഞു. നെക്സ്റ്റ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ്റെ പ്രൈമറി ഗോൾ പറയുമ്പോൾ ടു ചെക്ക് ഫോർ ഓർഗൻ ഡാമേജ്, ടു ഐഡൻറ്റിഫൈ സൂണോട്ടിക് ഡിസീസ്, ടു എൻഷുവർ ഫുഡ് സേഫ്റ്റി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം വരും ഓൾ ദി അബവ് ആണ്. അപ്പോൾ സൂണോട്ടിക് ഡിസീസ് എന്ന് പറയുമ്പോൾ ഈ ആനിമൽസിൽ നിന്ന് നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല, അതായത് സ്പ്രെഡ് ആവാൻ നമ്മളിലേക്ക് പകരാൻ സാധ്യതയുള്ള ഏതെങ്കിലും ടൈപ്പ് ഡിസീസിന്, ആ ഒരു ടൈപ്പ് ഡിസീസിനാണ് നമ്മൾ സൂണോട്ടിക് ഡിസീസ് എന്ന് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് ഓൾ ദി അബവ് ആണ്. വാട്ട് ഡസ് ദ ടേം പോസ്റ്റ്മോർട്ടം മീൻ? നമ്മളിപ്പോൾ പറഞ്ഞല്ലോ എന്താണ് ആഫ്റ്റർ ഡെത്ത് അല്ലെ, ആഫ്റ്റർ ഡെത്ത്. വിച്ച് ഓർഗൻ ഈസ് ഓഫൺ എക്സാമിൻഡ് ഫസ്റ്റ് ഡ്യൂറിങ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ? ഇതിനകത്ത് ലങ്സ്, ലിവർ, ഹാർട്ട്, കിഡ്നി, ഇത് 4 ഓർഗൻസ് ഉണ്ട്. നമ്മൾ ശരിക്കും പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ്റെ സമയത്ത് ഓർഗൻസും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു ഇൻഫർമേഷൻ ഉണ്ടാവുമല്ലോ, എക്സാമിനേഷൻ്റെ റിസൾട്ട്സ്, അത് നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം ഇതിന് വേണ്ടിയിട്ട് എന്താണ് കൊടുക്കുകയും വേണം. അപ്പോൾ ഇവിടെ ഏത് ഓർഗാനിസമാണ് പ്രൈമറി, അതായത് ഫസ്റ്റ് ലങ്സ് ആണോ, ലിവർ ആണോ, കിഡ്നി ആണോ, ഹാർട്ടാണോ? ലിവർ ആണ് അല്ലേ, ഓപ്ഷൻ B ലിവർ ആണ് വരിക. വിച്ച് ഡിസീസ് ഈസ് കോമൺലി ഐഡൻറ്റിഫൈഡ് ഡ്യൂറിങ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ? പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ്റെ സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ള ഡിസീസ് ഏതാണ്? ട്യൂബർക്കുലോസിസ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, നൺ ഓഫ് ദി അബോവ്. ട്യൂബർക്കുലോസിസ് ആണ് അല്ലേ, മൈക്രോബാക്ടീരിയൻ ട്യൂബർക്കുലോസിസ് കോസ് ചെയ്യുന്നുള്ള ട്യൂബർക്കുലോസിസ് ആണ് ഏത് കോമൺ ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ള പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ള ഡിസീസ്. ഓക്കെ. വിച്ച് ഇൻസ്പെക്ഷൻ ടെക്നിക് ഇൻവോൾവ്സ് പാൽപേഷൻ ഓഫ് ഓർഗൻസ്? അതായത്
പാൽപേഷൻ ഓഫ് ഓർഗൻസ് വരുന്നുള്ളത് വിഷ്വൽ നമ്മൾ പലതരത്തിലുള്ള ഇൻസ്പെക്ഷൻ ചെയ്യുമല്ലോ. നമ്മൾ പറഞ്ഞു വിഷ്വലി അതിനെ നമ്മൾ നോക്കണം, ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യണം, ലബോറട്ടറി ടെസ്റ്റിംഗ് ചെയ്യണം, അതുപോലെ തന്നെ പാൽപേറ്ററി എക്സാമിനേഷനും ചെയ്യണം. അപ്പോൾ പാൽപേഷൻ മെയിനായിട്ട് ഓർഗൻസിൻ്റെ ഒക്കെ പാൽപേഷൻ മെയിനായിട്ട് വരുന്നുള്ളത് ഏതാണ്? പാൽപേറ്ററി എക്സാമിനേഷനാണ്. വിഷ്വലി ചെയ്യണം, ഫിസിക്കലി ചെയ്യണം, ലബോറട്ടറി ടെസ്റ്റിംഗ് കൂടി ഇവിടെ ചെയ്യണം. വാട്ട് ഡസ് ഇമാസിയേഷൻ ഇൻ ആനിമൽ സജസ്റ്റ് ഡ്യൂറിങ് ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ? ഇമാസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഡിസീസാണ്, ക്രോണിക് ഡിസീസ്, അതുപോലെ തന്നെ മാൽന്യൂട്രീഷൻ, ഇതിനൊക്കെയാണ് നമ്മൾ ഇമാസിയേഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും ഓവർ ഫീഡിങ്ങോ നോർമൽ ഹെൽത്തോ സ്ട്രെസ്സോ വരില്ല. ക്രോണിക് ഡിസീസ് അല്ലെങ്കിൽ മാൽന്യൂട്രീഷനെയാണ് നമ്മൾ ഇമാസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഓർഗാനിസത്തിന് ആനിമലിനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ എന്തിനെടുക്കില്ല? സ്ലോട്ടറിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാറില്ല. വിച്ച് ബോഡി സിസ്റ്റം ഈസ് പ്രൈമർലി ചെക്ക്ഡ് ഫോർ സൂണോട്ടിക് ഡിസീസസ് ഡ്യൂറിങ് പോസ്റ്റ്മോർട്ടം? അപ്പോൾ സൂണോട്ടിക് ഡിസീസിന് വേണ്ടി നമ്മൾ മെയിനായിട്ട് ഏത് സിസ്റ്റമാണ് നോക്കുക? കാർഡിയോവസ്കുലർ സിസ്റ്റമാണോ, റെസ്പിറേറ്ററി സിസ്റ്റമാണോ, ലിംഫാറ്റിക് സിസ്റ്റമാണോ, മസ്കുലോസ്കെലറ്റൽ സിസ്റ്റമാണോ? ലിംഫാറ്റിക് സിസ്റ്റമാണ് നമ്മൾ മെയിനായിട്ട് നോക്കുക. അപ്പോൾ അത് ഏതൊരു ഓർഗാനിസത്തിന് എടുക്കുകയാണെങ്കിലും നമ്മൾ ലിംഫ് പ്രധാനമായിട്ടും ചെക്ക് ചെയ്യും. ആ ലിംഫിനകത്താണ് നമുക്ക് ഏതൊക്കെ അസുഖങ്ങൾ ഉള്ളത് എന്നൊക്കെ നമുക്ക് ഐഡിയ കിട്ടുക. ഫോർ എക്സാമ്പിൾ ട്യൂബർക്കുലോസിസ് ഒക്കെ. അപ്പോൾ ലിംഫ് എന്തായാലും നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. ലിംഫിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ലിംഫാറ്റിക് സിസ്റ്റം. which of the following is not a reason for condemning a carcass? Not a reason. സിവിയർ കണ്ടാമിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട്. സയൻസ് ഫോർ സിസ്റ്റമിക് ഇൻഫെക്ഷൻ നമ്മൾ ചെയ്യാറുണ്ട്. സ്ലൈറ്റ് ഡിസ്കളറേഷൻ ഓഫ് ഫാറ്റ്, പ്രസൻസ് ഓഫ് പാരസൈറ്റ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതിനെയാണ് പറയാം? ഓപ്ഷൻ സി ആണ് അല്ലേ. എന്താണ്? സിവിയർ കണ്ടാമിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നോട്ട് എ റീസൺ ആണ് പറഞ്ഞത്. സിവിയർ കണ്ടാമിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിനെ കണ്ടം ചെയ്യും. പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളതിനെ കണ്ടം ചെയ്യും അല്ലേ, വേണ്ടാന്ന് വെക്കും അല്ലേ. പിന്നെ വരുന്നത് പാരസൈറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളെ ബോഡിയിലോട്ട് അത് എത്തൂലേ, അപ്പോൾ അതിനെ നമ്മൾ കണ്ടം ചെയ്യും. പിന്നെ സ്ലൈറ്റ് ഡിസ്കളറേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽഡ് റൂമിലോട്ട് മാറ്റും. എന്നിട്ട് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം സ്ലൈറ്റ് ആയിട്ടുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് റൂമിലോട്ട് മാറ്റും. ഹൗ ഷുഡ് ആനിമൽസ് ഷോയിങ് സൈൻസ് ഓഫ് കണ്ടേജിയസ് ഡിസീസ് ബി ഹാൻഡിൽഡ് ഡ്യൂറിങ് ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ? അപ്പോൾ എന്തെങ്കിലും കണ്ടേജിയസ് ഡിസീസിൻ്റെ സയൻസ് കാണിക്കുന്ന ആനിമൽസിനെ ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ സമയത്ത് നമ്മൾ എങ്ങനെ നോക്കണം എന്നാണ് പറയുന്നത്. സെൻഡ് ഫോർ ഇമ്മീഡിയറ്റ് സ്ലോട്ടർ. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെ. കണ്ടേജിയസ് ഡിസീസിൽ അതിനെ നമ്മൾ കണ്ടംപ്റ്റ് റൂമിലോട്ട് മാറ്റണം. ഐസൊലേറ്റഡ് ആൻഡ് റിപ്പോർട്ടഡ് ടു അതോറിറ്റീസ്, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. മിക്സ്ഡ് വിത്ത് ഹെൽത്തി ആനിമൽസ്, ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ആനിമൽസായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ട്രാൻസ്പോർട്ടഡ് ടു അനദർ ഫെസിലിറ്റി, അങ്ങനെ ഒരു അസുഖമുള്ള ആൾക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യാനും പാടില്ല. ബെറ്റർ എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ആൻഡ് റിപ്പോർട്ടഡ് ടു അതോറിറ്റീസ് ആണ്. വാട്ട് ഈസ് പ്രൈമറി ഇൻഡിക്കേറ്റർ ഓഫ് ജോണ്ടിസ് ഡ്യൂറിങ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ? അതേതായിരിക്കും? ജോണ്ടിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം യെല്ലോ ഡിസ്കളറേഷൻ ആണ് വരുന്നുള്ളത്. യെല്ലോ ഡിസ്കളറേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സൈൻ ഓഫ് സെപ്റ്റിസീമിയ ഇൻ എ കാർക്കാസ്? സെപ്റ്റിസീമിയൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ കാർക്കാസിൻ്റെ കേസിൽ ഡ്രൈ ആൻഡ് പെയിൽ മീറ്റ്, മോയിസ്റ്റ് ഡ്രൈ ആൻഡ് പെയിൽ മീറ്റ്, നമ്മൾ ഡ്രൈ ആൻഡ് ഫേം ആൻഡ് ഡാർക്ക് ഫേം ആൻഡ് ഡ്രൈ, DFD, അതുപോലെ തന്നെ PSC പെയിൽ സോഫ്റ്റ് എക്സുഡേറ്റീവ് മീറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സെപ്റ്റിസീമിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് പോയിസണിങ് ആണ് കേട്ടോ, ബ്ലഡിൻ്റെ പോയിസണിങ് ആണ്. അപ്പോൾ ഒരു മോയിസ്റ്റ് ഡാർക്ക് ആൻഡ് റെഡ് മീറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക, ഡാർക്ക് റെഡ് മീറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. ഓപ്ഷൻ ബി ആണ് വരിക. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മീറ്റ് ഇൻസ്പെക്ഷൻ സ്റ്റാമ്പ്സ്? മീറ്റ് ഇൻസ്പെക്ഷൻ സ്റ്റാമ്പ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഡിക്കേറ്റ്സ് വെയിറ്റ് ഓഫ് ദ കാർക്കാസ്, സർട്ടിഫൈസ് ദ മീറ്റ് ഈസ് സേഫ് ഫോർ കൺസംഷൻ, ഷോസ് ദ സ്ലൗട്ടർ ഹൗസ് നെയിം, മാർക്സ് ദ ടൈപ്പ് ഓഫ് ആനിമൽ സ്ലോട്ടേഡ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മീറ്റ് ഇൻസ്പെക്ഷൻ സ്റ്റാമ്പ്? മീറ്റ് ഇൻസ്പെക്ഷൻ സ്റ്റാമ്പ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ്സ് ദ വെയിറ്റ് ഓഫ് ദ കാർക്കസ്, സർട്ടിഫൈസ് ദ മീറ്റ് ഈസ് സേഫ് ഫോർ കൺസംഷൻ, ഷോസ് ദ സ്ലോട്ടർ ഹൗസ് നെയിം, മാർക്സ് ദ ടൈപ്പ് ഓഫ് ആനിമൽ സ്ലോട്ടേഡ്. അപ്പോൾ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? ആ മീറ്റ് സേഫ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുക കേട്ടോ. വാട്ട് കളർ ചേഞ്ച് ഇൻ ദ ലിവർ ഇൻഡിക്കേറ്റ്സ് പോസിബിൾ ഡിസീസ്? ലിവറിനകത്ത് എന്ത് കളറാണ്? നോക്കിയേ, ഗ്രീനിഷ് ഓർ സ്പോട്ടഡ് ആണ് കേട്ടോ, ഗ്രീനിഷ് ഓർ സ്പോട്ടഡ് ആണ്. ഓക്കെ, ഗ്രീനിഷ് ഓർ സ്പോട്ടഡ്. വിച്ച് പാരസൈറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഡ്യൂറിങ് പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ? ഇന്നത്തെ ട്രിച്ചിനെല്ല സ്പൈറാലിസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓൾ ദി അബോവ് വരാനാണ് സാധ്യത. ഓൾ ദി അബോവ് ആണ് കേട്ടോ. തേനിയ സാച്ചിനാറ്റ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ. എച്ചിനോകോക്കസ് ഗ്രാനുലോസസ്, ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ട്രിച്ചിനെല്ല സ്പൈറാലിസിസ് ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, വിച്ച് കണ്ടീഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് മൾട്ടിപ്പിൾ അബ്സസസ് ഇൻ ഓർഗാൻസ് ഡ്യൂറിങ് പോസ്റ്റ്മോർട്ടം? അപ്പോൾ മൾട്ടിപ്പിൾ അബ്സസസ്, അതായത് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ന്യൂമോണിയ, പൈമിയ, അതുപോലെ തന്നെ ട്യൂബർക്കുലോസിസ്, എൻഡോകാർഡൈറ്റിസ്, അതിനകത്ത് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരിക. പൈമിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ടൈപ്പ് ഓഫ് സെപ്സിസ് ആണ്. അതിനകത്ത് പസ് ഫോമിങ് ആയിട്ടുള്ള ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ മൊത്തം സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനാണ് പൈമിയ എന്ന് പറയുന്നത്. അതാണ് മൾട്ടിപ്പിൾ അബ്സസസിന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൈമിയാണ് കറക്റ്റ് വരിക. വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് ടെമ്പറേച്ചർ
റേഞ്ച് ഫോർ ട്രാൻസ്പോർട്ടിങ് ആനിമൽസ് ടു റിഡ്യൂസ് സ്ട്രെസ് ബിഫോർ ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ. റെക്കമെൻഡഡ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഏതാണ്? എ ആണ്. 20 to 25 ഡിഗ്രി സെൽഷ്യസിലാണ് നല്ലതായിട്ട് വരിക. നല്ല ചൂടുണ്ടാകാൻ പാടില്ല, നല്ല തണുപ്പുണ്ടാകാൻ പാടില്ല. ഒരു 20 to 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. വിച്ച് കെമിക്കൽ ടെസ്റ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് കഡാവറിൻ ഇൻ സ്പോയിൽഡ് മീറ്റ്? ഏത് ടെസ്റ്റാണ് വരിക? ഇത് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? ഇതൊന്നും അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് വേണോ എന്ന് നമുക്കറിയുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ബയൂററ്റ് ടെസ്റ്റ്, നെസ്ലേഴ്സ് ടെസ്റ്റ്, അമോണിയ ടെസ്റ്റ്, സൾഫൈഡ് ടെസ്റ്റ്. ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ടാണ് കേട്ടോ. കഡവറിൻ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. അത് പ്യൂട്രിഫൈങ് ആനിമൽസിൽ കാണപ്പെടാറുണ്ട്. പിന്നെ ചില ഒരു ഫൗൾ സ്മെല്ലിങ് ഒരു കോമ്പൗണ്ടാണ്. ചില സമയത്ത് എവിടെയും കാണപ്പെടാറുണ്ട്, നമ്മുടെ മാമൽസിലും കാണപ്പെടാറുണ്ട്. അങ്ങനെ ഒരു കോമ്പൗണ്ടാണ്, ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. ഫൗൾ സ്മെല്ലൊക്കെ കോസ് ചെയ്യുന്നുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. ഡീകാർബോക്സിലേഷൻ വഴിയൊക്കെ വരാനുള്ള ഒരു സാധ്യതയാണ്. പിന്നെ ഇത് എന്താണ്, ലാർജ് ഡോസിലാണെങ്കിൽ ടോക്സിക് ആണ്. അത് ഏത് ടെസ്റ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമോണിയ ടെസ്റ്റാണ് കേട്ടോ. അമോണിയ ടെസ്റ്റ്. വാട്ട് ഡസ് പെറ്റേക്കിയൽ ഹിമോറേജ് ഇൻ ദ മീറ്റ് ഇൻഡിക്കേറ്റ്? എന്താണ്? ബാക്ടീരിയൽ സെപ്സിസ് ആണ്. ഹിമോറേജ് ഉണ്ടെങ്കിൽ ബാക്ടീരിയൽ സെപ്സിസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സൂവോണോട്ടിക് സ്പീഷീസ് ഈസ് കോസ്ഡ് ബൈ ബ്രൂസെല്ല സ്പീഷീസ്? ബ്രൂസെല്ലോസിസ് ആണ്. ബ്രൂസെല്ല എന്ന് പറയുമ്പോൾ ബ്രൂസെല്ലോസിസ് ആണ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻസ്പെക്ടിങ് ദ മെസെൻട്രിക് ലിംഫ് നോഡ്സ് ഡ്യൂറിങ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ? നമ്മളെന്താ പറഞ്ഞ, ലിംഫ് നോഡ്സ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം, ലിംഫ് സിസ്റ്റം നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് ഉണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ലിംഫ് നോഡ്സിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനും ആവാം, പാരസൈറ്റിക് ഇൻഫെക്ഷനും ആവാം. ഓക്കെ. വിച്ച് സ്ലോട്ടർ മെത്തേഡ് റിക്വയർസ് ഡീറ്റെയിൽഡ് ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ ഫോർ റിലീജിയസ് കംപ്ലയൻസ്? അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലോട്ടറിങ് മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതിനകത്ത് കൺവെൻഷണൽ സ്ലോട്ടർ ഉണ്ടായിരുന്നു, ഹലാൽ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ഹലാൽ മെത്തേഡാണ് എന്താണെന്ന് പറയുന്നത്, റിലീജിയസ് കംപ്ലയൻസിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഡീറ്റെയിൽഡ് ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ ആവശ്യമായിട്ട് വരുന്നത്. ഹലാൽ നമ്മൾ ഏതിൻ്റെ കേസിലാണ് പറഞ്ഞത്? മുസ്ലിംസിൻ്റെ അല്ലേ? വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് ആക്ഷൻ if an animal is suspected to have anthrax during antemortem examination? അപ്പോൾ ആന്ത്രാക്സ് അല്ല, ഏത് തരത്തിലുള്ള ഡിസീസ് ആണെങ്കിലും നമ്മൾ എന്താ ചെയ്യാമെന്നാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. നമ്മളിപ്പോൾ ആന്ത്രാക്സിൻ്റെ കേസ് തന്നെ പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ അത് നോക്കിയാൽ ഇമ്മീഡിയറ്റ് ഐസൊലേഷൻ അല്ല, ഇമ്മീഡിയറ്റ് ഐസൊലേഷൻ ചെയ്യണം. സ്ലോട്ടർ ആൻഡ് ഡിസ്കാർഡ് മീറ്റ് വരില്ല. ട്രീറ്റ് ദ ആനിമൽ ആൻഡ് ദെൻ സ്ലോട്ടർ വരില്ല. ഇഗ്നോർ ആൻഡ് പ്രൊസീഡ് വിത്ത് റൂട്ടീൻ ഇൻസ്പെക്ഷൻ ഫസ്റ്റ് തന്നെയാണ് വരിക കേട്ടോ. വാട്ട് കണ്ടീഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ഗ്രീനിഷ് ഡിസ്കളറേഷൻ? അപ്പോൾ ഇതുപോലുള്ള കളറേഷൻ ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഡിസ്കളറേഷൻ്റെ കേസിൽ ഗാംഗ്രീൻ ആണ് ഗ്രീനിഷ് വരിക, ജോണ്ടിസ് യെല്ലോ ആണ്. ഓക്കെ, ഗാംഗ്രീൻ ആണ് ഗ്രീനിഷ് വരിക. വിച്ച് ഓർഗൻ ഈസ് മോസ്റ്റ് കോമൺലി അഫക്റ്റഡ് ബൈ സിസ്റ്റിസർക്കോസിസ് ഐഡൻറ്റിഫൈഡ് ഡ്യൂറിങ് പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ? സ്കെൽറ്റൽ മസിൽസ് ആണ് കറക്റ്റായിട്ട് വരുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഇനി കൂടുതൽ റെഫർ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് റെഫർ ചെയ്യുക. അതുപോലെ തന്നെ ബയോകെമിസ്ട്രിൻ്റെ റിവിഷൻ കൂടി സൈഡിൽ കൊണ്ടുപോകാൻ നോക്കുക കേട്ടോ. സോ താങ്ക് യു.